കണ്ടപോലെ തന്നെ ഒരു ചെറിയ യാത്രയിലാണ്. നമുക്കിനി ഗുഡ് മോർണിംഗ് ഓൾ. സോ നമുക്ക് യാത്ര തുടങ്ങും. എന്തായാലും ഇതൊക്കെ ചില കാര്യങ്ങൾ ഞാൻ താമസിച്ചാണ് പറയുന്നതെന്ന് തോന്നുന്നു. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. രാവിലെ കാലൊക്കെ ആയിട്ട് എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ യു ഗൈസ് ഡോണ്ട് എക്സ്പെക്ട് മോർ ഫ്രം ദിസ് വീഡിയോ. ബിക്കോസ് വേറൊന്നുമല്ല, ഇത് വെരി റാൻഡമായിട്ട് ഞാൻ എടുത്തൊരു വീഡിയോ ആണ്. ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ, ഒരു യാത്രയല്ലേ. നമ്മുടെ കാശ് ഒരുപാടുള്ളത് കൊണ്ട് ഞാൻ ഒന്നും നോക്കിയില്ല, ഫുൾ ടൈം പെട്രോൾ അങ്ങ് അടിച്ചു. എനിവേ, നമ്മളിത് ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഞാൻ ആ ഒരു സർപ്രൈസിങ് വീഡിയോ ഇൻക്ലൂഡ് ചെയ്യിക്കണമായിരുന്നു. ബട്ട് അല്ല, എനിക്ക് തോന്നുന്നു അതിനായിട്ട് സെപ്പറേറ്റ് നമ്മളൊരു വീഡിയോ എന്തായാലും ചെയ്യുന്നതായിരിക്കും. ബിക്കോസ് ഇത്തിരി സർപ്രൈസ് ആണ് ഗൈസ് അത്. എന്തായാലും നമ്മളിപ്പോൾ പോകുന്നത്, ഇതിൽ ഞാൻ കുറച്ചധികം കാര്യങ്ങളെ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യുന്നുള്ളൂ, അധികമൊന്നും പറയുന്നില്ല. എനിക്ക് ശരിക്കും പറയാമല്ലോ, എനിക്ക് ബൈക്കിനും അല്ലെങ്കിൽ സ്കൂട്ടിക്ക് ഒക്കെ പോകുന്ന സമയത്ത് എനിക്ക് ഈ ഒരു വെതർ ഇഷ്ടമേ അല്ല. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് എന്തോ ഈ വെയിൽ കൊള്ളാൻ ഒരു പ്രത്യേകതരം പ്രാന്ത് നമുക്കുള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുമല്ലോ, അത് തന്നെ കാരണം. പക്ഷേ കാറിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു വെതർ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി കാണുന്നവരാണെങ്കിൽ ഒരു വീക്കിൽ ഒരു തവണയെങ്കിലും ഞാൻ എന്തായാലും ഈ സ്കൈൻ്റെയൊക്കെ വീഡിയോ ഇട്ടിരിക്കും. ബിക്കോസ് എനിക്ക് ഈ സ്കൈ, ഓഷ്യൻ, സൺസെറ്റ്, അങ്ങനെ ഒരു ഗോൾഡൻ അവേഴ്സൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. സോ ഞാൻ അതൊക്കെ ഇടാറുണ്ട്. സോ അത് കാണണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളുടെ ഫ്രണ്ട് റിക്വസ്റ്റ് ഇടേണ്ടതാണ്. ആൻഡ് ഫോളോവേഴ്സിനെ കൊണ്ടുള്ള അടുത്ത വഴിയല്ല, ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. വെരി പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. ഡെയിലി ഞാൻ സ്റ്റോറി ഇടും. എനിക്ക് സ്റ്റോറി ഇൻസ്റ്റയിൽ ഇടാത്ത ഒരു ദിവസം പോലും ചിന്തിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് എനിക്കറിയില്ല കേസ് എന്താണെന്ന്. എനിവേ, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ, കൈലാസ്, അവൻ ഫ്രണ്ടെന്നല്ല കേട്ടോ, അവനെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അവനെയും കൊണ്ടാണ് പോയത്. അമ്മയുണ്ടായിരുന്നു, താമരയുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ അവന് ഇങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ തമാശയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഇങ്ങനെ വായടയ്ക്കാണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് സത്യം പറയാമല്ലോ, എനിക്ക് വോയിസ് ഓവർ പോയിട്ട് ഒരു തേങ്ങയും അതിൽ കൊടുക്കാൻ പറ്റിയില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മളിത് കംപ്ലീറ്റ്ലി ഞാൻ ഇപ്പോൾ വോയിസ് ഓവർ ചെയ്യുന്നില്ല, അതേപോലെ തന്നെയാണ്. വേറൊന്നുമല്ല, നമുക്ക് ഇതിൽ പാട്ടിട്ടിട്ടുണ്ട് കാറിൽ. സോ എനിക്ക് കുറച്ചധികം ശ്രദ്ധിക്കേണ്ടി വന്നു. ഞാൻ കുറേ നോക്കി, ഇനിയിപ്പോൾ എനിക്ക് കോപ്പിറൈറ്റ് വല്ലതും വന്നെങ്കിൽ അവരെന്നെ യൂട്യൂബിൽ നിന്ന് എടുത്ത് തോട്ടിലോട്ട് എറിയും. നമ്മൾ പോയ വഴിക്ക് നമുക്ക് ഭയങ്കര ദാഹമായി. സോ നമ്മളൊരു കരിക്ക് കടയിൽ കയറി. ആൻഡ് കൈലാസിനോട് ഞാനിങ്ങനെ മോട്ടിവേറ്റ് ചെയ്തു, എടാ നീ ഇപ്പോൾ ബോയ് അല്ല, നീ ഇപ്പം മെന്നാണ്, അതുകൊണ്ട് തന്നെ നീ പുറത്ത് പോയിട്ട് കരിക്ക് എനിക്ക് വാങ്ങിക്കൊണ്ട് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ഒരു മെൻ കൺസെപ്റ്റിലേക്ക് ഞാൻ കൊണ്ടുവന്നിട്ട് അവനെ ഭയങ്കരമായിട്ട് അങ്ങ് മോട്ടിവേറ്റ് ചെയ്തപ്പോൾ പോയി എനിക്ക് കരിക്കൊക്കെ വാങ്ങിക്കൊണ്ട് തന്നു. എനിക്ക് അങ്ങനെയൊന്നുമില്ല, എന്തോ വലിയ കാര്യം. എനിക്ക് തോന്നുന്നു യാത്രയിൽ ഏറ്റവും നമ്മളെ ഭയങ്കര എനർജറ്റിക് ആക്കുന്ന കരിക്കൊക്കെ ആയിരിക്കും. സോ നിങ്ങൾ എവിടെയെങ്കിലും യാത്ര പോകുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മിനറൽ വാട്ടറിന് മുന്നേ ആയിട്ട് ഒരു കരിക്ക് കുടിച്ച് ഭയങ്കര ഒന്ന് ഇതായതിനു ശേഷം പോകുന്നതായിരിക്കും. ബിക്കോസ് അടിപൊളിയാണ് കരിക്ക്. കണ്ടില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞത്, കരിക്ക് കുടിച്ചാൽ നമ്മൾ വല്ലാണ്ട് എനർജറ്റിക് ആവും. സോ നിങ്ങൾക്കൊരു വ്യൂ ഉണ്ട്, അടിപൊളിയാണോ, ഒന്ന് കണ്ടു നോക്ക്. കൊക്കിന് വംശനാശമൊന്നും ഇല്ലേ? താറാവ് ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ എൻ്റെ ഒരു കംഫർട്ട് സോണിൽ, ഇതെൻ്റെ കംഫർട്ട് സോണാണ്, അങ്ങനെ അല്ലെന്നല്ല, അവിടെ സംസാരിക്കുന്നതും ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഞാൻ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാളെ പോലെ എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ? ഞാൻ എങ്ങനെ സംസാരിക്കുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് ഇതിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഭയങ്കര സൂത്തനിങ് ആയിട്ടുള്ള വ്ളോഗിങ് ചെയ്യണോ അതോ നോർമൽ ഭയങ്കര എനർജറ്റിക് ആയിട്ട്? സത്യം പറയാലോ, പണ്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ മരമൊന്നും വെട്ടി നശിപ്പിക്കരുതെന്ന്. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ്, ഈ പ്രായത്തിലാണ് എനിക്ക് അതിൻ്റെ വാല്യൂ എന്താ, വേർഡ്സിൻ്റെ വാല്യൂ ഒക്കെ മനസ്സിലായത്. ബിക്കോസ് നമ്മൾ ഈ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ ഒരു മരമൊക്കെ തരുന്ന ഒരു തണുപ്പും ഒരു കൈൻഡ് ഓഫ് ഒരു ആശ്വാസമുണ്ട് ചൂടിൽ നിന്ന്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. സോ എൻ്റെ ഒരു അഡ്വൈസാണ്, പറ്റുന്നത്ര മരം നമ്മൾ പിടിച്ച് നടുക കേട്ടോ ഗൈസ്.
നെക്സ്റ്റ് വരാൻ പോകുന്ന ഒരു പോർഷനോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പിന്നെ എത്തിയിട്ടുള്ള വ്ളോഗേ കാണിക്കുന്നുള്ളൂ. ഇത് ശരിക്കും നമ്മൾ ചെല്ലുന്ന ഒരു അമ്പലത്തിൻ്റെ ചുറ്റുന്നുള്ള അമ്പലമാണ്. അതായത് കംപ്ലീറ്റ് ഇതിങ്ങനെ ചുറ്റിയ അമ്പലമാണ്. ഓക്കെ, നല്ല അടിപൊളിയാണ് ഇത് കാണാൻ. അതായത് ഒരു സർക്കിളിനകത്തൊരു അമ്പലം, മനസ്സിലായോ? അത് കണ്ടോളൂ നിങ്ങൾ. ജസ്റ്റ് അടിപൊളിയായിരുന്നു, ഭയങ്കര രസമുണ്ടായിരുന്നു അത് കാണാൻ. അതിൻ്റെ കൂടെ നമ്മുടെ വട്ടത്തിനകത്ത് പാട്ടും കൂടെ ആയപ്പം സെറ്റ്. നമ്മളൊക്കെ എത്ര എന്താ പറയുക പാർട്ടി പേഴ്സണാന്ന് പറഞ്ഞാലും ഇത് നമുക്ക് തരുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് ഭയങ്കര വ്യത്യസ്തമായിരിക്കും. ആൻഡ് ഈ അമ്പലം സേവ് ദ ഡേറ്റിനൊക്കെ അടിപൊളിയാണെന്ന് തോന്നുന്നു. ഉള്ളിൽ കയറി കാണാൻ പറ്റിയില്ല ഇതുവരെ. സ്ഥലം എനിക്ക് തോന്നുന്നു വൈക്കം പോകുന്ന റൂട്ടാവണം, ബിക്കോസ് ആ റൂട്ടാണ് നമ്മൾ പോയത്. കാര്യം ആലപ്പുഴ ത്രൂ പോകുമ്പോൾ നല്ല തിരക്കാണല്ലോ, അപ്പോൾ ഇതാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നി. നമ്മൾ കൊച്ചി എത്തിയിരിക്കുകയാണ്. സോ ഇനി നമ്മൾ ഫസ്റ്റ് പോകാൻ പോകുന്നത്, നമ്മളൊരു പുതിയ തുടക്കം വരുന്നുണ്ട്. അതിൻ്റെ പരിപാടികളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ നേരെ മമ്മീൻ്റെ അടുത്തോട്ട് പോവാണ്. മമ്മി എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയുടെ കസിൻ ബ്രദറിൻ്റെ വൈഫ്. പുള്ളി ഇവിടെ വാർഡനായിട്ട് വർക്ക് ചെയ്യുകയാണ്. മമ്മിയുടെ അടുത്ത് രാജഗിരി അല്ല, ക്യുസാറ്റിലാണ് മമ്മി വർക്ക് ചെയ്യുന്നത്. സോ മമ്മിയുടെ അതായത് എൻ്റെ കസിൻ ചേച്ചി UK-ലാണ് ചേച്ചി ഇപ്പം ജോലിയായിട്ട് ചെയ്യുന്നത്. സോ അപ്പോൾ ചേച്ചിക്ക് ഒരു സംഭവം കൊടുത്തു വിടാനുണ്ട്. ആ സംഭവം നിങ്ങൾ മിസ് ചെയ്യാണ്ട് കാണണം, അത്രയ്ക്ക് അടിപൊളിയാണ്. ഞാൻ ടേസ്റ്റ് ഒന്നും ചെയ്ത് നോക്കിയില്ലെങ്കിൽ സസ്പെൻസ് പൊളിച്ചു ഗൈസ്. എന്തായാലും കഴിക്കുന്ന ഒരു സാധനമാണ്, അത് നിങ്ങൾ കാണാണ്ട് പോവരുത്. കൊച്ചി എത്തിക്കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, എന്തോ വെയിലാണെന്നറിയോ. ഇത് ശരിക്കും പറഞ്ഞാൽ ക്യുസാറ്റിൻ്റെ അകവശമാണ്. എന്തോ അടിപൊളിയാണെന്നറിയോ, ഏക്കർ കണക്കിന്. നമ്മുടെ MG യൂണിവേഴ്സിറ്റി ഞാൻ കഴിഞ്ഞ പോയി വ്ളോഗ് ഇട്ടിട്ടില്ല, അതിടാം ഷോർട്സ്. സോ അതുപോലെ തന്നെ എനിക്ക് ഇതും ഫീൽ ചെയ്ത്. എനിക്ക് തോന്നുന്നു ഭയങ്കര വാസ്റ്റായിട്ട് കിടക്കുന്ന ഒരു സ്ഥലം. നമുക്ക് ഈ പഠിക്കുന്ന പിള്ളേർക്ക് എങ്ങനെ ഇത് നടന്ന് പോകുന്നു ഞാൻ ആലോചിക്കുകയാണ്, വണ്ടി ഇല്ലാത്ത ആൾക്കാർ. ഇതിനകത്ത് കൂടെ ബസ് സർവീസ് ഉണ്ടോയെന്നൊന്നും എനിക്കറിയാൻ പാടില്ല കേട്ടോ, കാണണം. ബിക്കോസ് ഇത്രയും ഇങ്ങനെ വൈഡായിട്ട് കിടക്കല്ലേ. സോ അപ്പം നമ്മൾ മമ്മിയുടെ അടുത്തിട്ട് പോവാണ്. അവിടെ ചെന്നിട്ടുള്ള വ്ളോഗ് ഇനി ആഡ് ചെയ്യാം. അങ്ങനെ നമ്മളെത്തി. ഇനി നമുക്ക് കുറച്ച് നേരം ലൈക്ക് ഇവിടെ മമ്മിയുടെ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ട്. ആൻഡ് കുറേ അധികം നാളായി ഇവരെല്ലാം കണ്ടിട്ട് അപ്പം സംസാരിക്കുകയാണ്. അതൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല, നമ്മൾ ജസ്റ്റ് ഫോണൊക്കെ നോക്കി പിന്നെ മമ്മിയുടെ അടുത്ത് വിശേഷമൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടെ നിന്ന് സാധനമായിട്ട് നമ്മൾ ഇറങ്ങി. നമ്മളിപ്പോൾ ഉള്ളത് ക്വാളിറ്റി ബേക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് കാക്കനാടാണോ കളമശ്ശേരിയാണോ എന്നറിയില്ല, എന്തായാലും അവിടെ ഉള്ളതാണ്. നമ്മുടെ കുക്കുച്ചേച്ചിയാണല്ലോ മമ്മിയുടെ മോള്. ചേച്ചിക്ക് മറ്റേ മിൽക്ക് ഹൽവ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് അത് കേൾക്കുന്നത്. സത്യം പറയാനുള്ള അത്യാവശ്യം നല്ല അഫോർഡബിൾ ഒന്നും അല്ല, നല്ല പ്രൈസ് ഉണ്ട്. ഇതാണ് സാധനം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര മറ്റേ ഇങ്ങനെ എന്താ പറയണത്, ഗള ഇങ്ങനെ വെള്ളം പോലെ ഇങ്ങനെ ആ ഒരു കൈൻഡ് ഓഫ് രീതിയിലാണ് അതിൻ്റെ ഒരു തിക്നെസ്സും ആ ഒരു കൺസിസ്റ്റൻസി അങ്ങനെയാണ്. ഞെക്കുമ്പോൾ തന്നെ അതിങ്ങനെ ഒരു വല്ലായ്മ അല്ലേ, ലൈക്ക് ഒരു ഭയങ്കര രസമായിട്ട് തോന്നി, കഴിക്കാൻ തോന്നി. ആൻഡ് നല്ല മണമായിരുന്നു, പറയാതെ വയ്യ. നമ്മൾ ഇനിയും പോകുമ്പോൾ വാങ്ങിക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ സാധനം കൈ കിട്ടിക്കഴിഞ്ഞിട്ടാണ് ഞാൻ കവറിലാക്കി കിട്ടി കാറിരുന്ന് നോക്കിയപ്പോഴാണ് എനിക്ക് തന്നെ മനസ്സിലായത്. സോ നെക്സ്റ്റ് ടൈം നമ്മൾ പോകുമ്പോൾ എന്തായാലും ഇത് വാങ്ങിക്കും. ഇത് നമുക്ക് ചേച്ചിക്ക് കൊടുത്തിടാനുള്ളതല്ലേ, സോ അതുകൊണ്ട് നമ്മൾ അതിനൊന്നും എടുത്തില്ല. എന്തായാലും ചേച്ചിക്ക് ഒരു ദിവസം ഒന്നുകൂടെ പോകുമ്പോൾ നമ്മളത് വാങ്ങിക്കാം. ഏകദേശം 1 കിലോയ്ക്ക് 400 രൂപയാണ് വില. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് റിവ്യൂ അറിയിക്കാം. ഓക്കെ, ഇത് നമ്മുടെ തൃശ്ശയല്ലേ? അതെ, നമ്മൾ കൊച്ചിയിൽ എത്തിയിട്ട് ഇതുങ്ങളെ കാണാതെ പോയി കഴിഞ്ഞാൽ, ഇന്നലെ ഞാൻ അങ്ങോട്ട് വീട്ടിലേക്ക് കയറിയതേ ഉള്ളൂ, എന്നാലും എൻ്റെ അടുത്ത് കാണാൻ വരണമെന്നുള്ള വാശിക്കായിരുന്നു. അങ്ങനെ തൃശ്ശ ഡാൻസ് സ്കൂളിൽ പോയി കണ്ടതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ ഇപ്പോഴാണ് കണ്ടത് കേട്ടോ. നമ്മൾ തൃശ്ശയുടെ ഡാൻസ് സ്കൂളിൽ പോയിട്ട് അവളെ കണ്ടിട്ട് നമ്മൾ ഇറങ്ങി. ഇനി നമ്മൾ നേരെ നാട്ടിലേക്കാണ് പോകുന്നത്. എൻ്റെ മുഖം കണ്ടാലേ അറിയാം ഞാൻ പോയ പോലെ അല്ല ഇരിക്കുന്നത്. ഭയങ്കര ടയേർഡാണ് ഞാൻ, ഒന്നും പറയാനില്ല, അത്രയ്ക്ക് ടയേർഡാണ്. ഇവനെയും കൊണ്ട് ഞാൻ തോറ്റല്ലോ കർത്താവേ. വീഡിയോൻ്റെ തുടക്കത്തിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞില്ലേ, അവൻ വായ അടയ്ക്കാറേ ഇല്ല. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്, നിന്നെ അടിച്ച വെളിക്കളയൊന്ന്. കാര്യം എന്തൊക്കെയോ തമാശകൾ തന്നെ പറഞ്ഞ് തന്നെ ചിരിക്കുക. ഈ ടൈമായി ഇപ്പോഴും നമ്മൾ കൊച്ചിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ലൈക്ക് ഇപ്പോഴും നമ്മൾ എറണാകുളം ജില്ലയിൽ തന്നെയാണുള്ളത്. നല്ല ടയർഡാണ്. വീട്ടിൽ പോയിട്ടൊന്ന് അത്യാവശ്യം നല്ലപോലെ ഉറങ്ങിയാൽ കൊള്ളാമെന്നുണ്ട് എനിക്ക്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊരു റീലിട്ടു, ഒന്ന് കണ്ടു.
അവിടെ നല്ല തിരക്കായതുകൊണ്ട് നമ്മൾ ചോദിച്ചു നമ്മളെ വീട് എത്തുന്നതിന് മുന്നേ ഒരു റൂട്ടുണ്ട്, അവിടെ എത്തുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. സോ നമ്മൾ കുറച്ച് നേരത്തേക്ക് ഞാനിന്ന് ഉറങ്ങി എണ്ണിക്കട്ടെ. എന്തായാലും നിങ്ങൾക്ക് എൻ്റെ വ്ളോഗൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ആൻഡ് അതിൻ്റെ കൂടെ ഒരു കാര്യം, നമ്മൾ പോയ വഴിക്കൊക്കെ എന്തൊക്കെയോ പെരുന്നാളൊക്കെ ആയിരുന്നു, അതൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് ഇങ്ങനെ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നൈറ്റായിരുന്നു. തിരക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് തിരക്കില്ലേ എന്ന് പറയാൻ പറ്റത്തില്ല, നല്ല തിരക്കായിരുന്നു. എന്തായാലും നമുക്ക് വീഡിയോ കണ്ടിട്ട് എൻഡ് ചെയ്യാം. ബൈ. എന്താ മോനെ അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ അറിയിക്കുക. അപ്പോൾ ടാറ്റാ.